ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ മികച്ച പദ്ധതികൾ ഫലപ്രദമാക്കാൻ അതിൻ്റേതായ സമയം വേണമെന്നാണ് പറയുന്നത്. എന്നാൽ ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തിയെന്ന അഭിമാന നേട്ടത്തിലേക്കുള്ള പാതയിൽ അസാമാന്യ കുതിപ്പ് തുടരുകയാണ് ഇന്ത്യ. രാജ്യത്തിൻ്റെ GDP വളർച്ചയിൽ അസൂയാവഹമായ വളർച്ചയുണ്ടാവുമെന്ന് ഐക്യരാഷ്ട്രസഭയടക്കം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ വർഷം ഏകദേശം 7% രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച പ്രതീക്ഷിക്കുന്നത്. UN-ന്റെ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ടസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത്. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2024-ൽ 6.9% വളർച്ച കൈവരിക്കുകയും ചെയ്യും. എന്നാൽ 2025-ൽ 6.6% വളർച്ച. ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് എന്നിവയുടെ കയറ്റുമതി ഇന്ത്യക്ക് വലിയ നേട്ടം കൊയ്യാനുള്ള വഴിയൊരുക്കുമെന്നും പറയുന്നുണ്ട്. ശക്തമായ പൊതുനിക്ഷേപവും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിത്തറയൊരുക്കുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയുടെയും ഉയർന്ന തൊഴിൽ പങ്കാളിത്തത്തിൻ്റെയും പിന്തുണയോടെ ഇന്ത്യയിലെ തൊഴിൽ വിപണിയും ലോകത്തിന് മാതൃകയാവുകയാണ്. ആഗോളതലത്തിൽ 2024-ൽ സമ്പദ് വ്യവസ്ഥ 2.7% വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. 2025-ൽ ആഗോള വളർച്ച 2.8% ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നിലവിൽ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ആഗോള വളർച്ചയെ കാര്യമായി ബാധിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പ്രതിസന്ധികൾക്കിടയിലും ഊർജ്ജസ്വലതയോടെ ഇന്ത്യ ശക്തികേന്ദ്രമായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ നടന്ന ഒരു രസകരമായ വസ്തുത മഹാരാഷ്ട്രയും തെലങ്കാനയും അടക്കം ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ നിക്ഷേപം ദാവോസിലെ കഴിഞ്ഞ ലോക സാമ്പത്തിക ഫോറത്തിൽ സ്വീകരിച്ചിരുന്നു. ഇന്ന് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെയില്ല. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ തേടി ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ആണ് നിലവിലുള്ളത്. ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ വ്യവസായിയും എയർടെൽ സ്ഥാപകനുമായ സുനിൽ മിത്തലായിരുന്നു. അത്തരത്തിൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തിളങ്ങി നിന്ന വേദിയിൽ ഒന്നും ആകാനാകാതെ നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമ്പദ് വ്യവസ്ഥയായ ചൈനയുടേതായി കാണിക്കുന്നത്. ചൈന ഇപ്പോഴും ഒരു തിളങ്ങുന്ന സ്ഥലമാണെന്നും അതിൻ്റെ സമ്പദ് വ്യവസ്ഥ ശരിയായ സ്ഥാനത്താണെന്നും ലോക സാമ്പത്തിക ഫോറത്തിൽ പ്രഖ്യാപിക്കാനുള്ള വലിയ ശ്രമം തന്നെ ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടും നിക്ഷേപകരുടെ ഇടയിൽ കാര്യമായ പ്രതിഫലനങ്ങൾ ചൈനയ്ക്ക് നേർക്ക് ഉണ്ടാകാത്തത് അവർക്ക് വലിയ ക്ഷീണമായി മാറിയിട്ടുണ്ട്. ചൈനീസ് പ്രീമിയർ ലീ ക്യുയാങ് തന്നെ ലോകത്തിലെ സാമ്പത്തിക ഫോറത്തിൽ വന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ പ്രകടനം തന്നെ നടത്തിയിട്ടും അവരുടെ ആത്മവിശ്വാസമില്ലായ്മ തുറന്നു പ്രകടിപ്പിക്കുന്നതായിരുന്നു. ചൈനയുടെ പവർ റാങ്കിങ്ങിൽ 2ാമതായ അവരുടെ പ്രീമിയർ ലീ ക്യുയാങ് സാമ്പത്തിക ഫോറത്തിൽ വന്നത് എത്രമാത്രം നിരാശയാണ് എന്നുള്ളത് ചൈന എന്ന രാജ്യം ഏത് നിലയിൽ എത്തി നിൽക്കുന്നു എന്നും കാണിക്കുന്നതാണ്. ഇത് നിക്ഷേപകർക്കിടയിലും പ്രതിഫലിക്കുകയുണ്ടായി. ആഴത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി, പ്രാദേശിക സർക്കാരുകൾ നേരിടുന്ന കടക്കെണി, കുറഞ്ഞ ഡിമാൻഡും ഉയർന്ന നിക്ഷേപവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ നേരിടൽ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിടക്കുന്നതിനാൽ അവയെ സംബന്ധിച്ച ഒരു മാർഗരേഖ ഇത്തവണ ചൈന അവതരിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത്തരത്തിലൊന്ന് ചൈനയിൽ നിന്നും ലഭിക്കാത്തതും നിക്ഷേപകർക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയിരുന്നു. ചൈനീസ് ജനത ഈ കുഴയ്ക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിൽ പണം ചെലവഴിക്കാൻ തയ്യാറല്ലെന്ന് നിരവധി മാധ്യമങ്ങളും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നതും വലിയ ഘടകമായിട്ടുണ്ട്. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ 3ാം ടൈമിലെ അധികാര കേന്ദ്രീകരണമാണ് മറ്റൊരു മൂലകാരണങ്ങളിലൊന്ന്. ഇത് നയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ താഴ്ന്ന ഭരണതലത്തിൽ അവ്യക്തത സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നയങ്ങൾ രൂപീകരിക്കുമ്പോഴും സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. രാഷ്ട്രീയത്തിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമായി നിലനിർത്തിക്കൊണ്ട് ഡെങ് സിയാവോ പിങ് രൂപീകരിച്ച സാമ്പത്തിക നയം ആണ് 80കളുടെ അവസാനങ്ങളിലും 90കളുടെ തുടക്കത്തിലും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഇന്ന് കാണുന്ന കുതിപ്പിലേക്ക് എത്തിച്ചത്. എന്നാൽ അതിൻ്റെ നേർവിപരീതമായ അധികാര കേന്ദ്രീകരണമാണ് ഷീ ജിൻപിങ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിലും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഘടനാപരമായി ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം ഷീ ജിൻപിങ് തന്നെയാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ചൈന തീരുമാനിക്കുന്നതെങ്കിൽ അതിൻ്റെ അന്ത്യം ആസന്നമായെന്നു മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കഴിഞ്ഞ ലോക സാമ്പത്തിക ഫോറത്തിൽ വരെ കണ്ടത്. മറിച്ച് ഇന്ത്യയുടെ സ്ഥിതി ഇന്ന് അതല്ല. ഒരു കാലത്ത് നാം വളരെ വേദനയോടെ കേട്ട ഒരു സംഭവമായിരുന്നു 2011-ൽ അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിൽ മുൻ രാഷ്ട്രപതിയും ലോകമറിയുന്ന ശാസ്ത്രജ്ഞനുമായ APJ അബ്ദുൽ കലാമിന് നേരിടേണ്ടി വന്ന സുരക്ഷാ പരിശോധന. ഷൂസും ജാക്കറ്റും അഴിപ്പിച്ച് 2 തവണ ആ വിശ്വപൗരനെ പരിശോധനയ്ക്ക് വിധേയമാക്കി. രാജ്യത്തിനും ജനങ്ങൾക്കും അതുണ്ടാക്കിയ അപമാനം ചെറുതായിരുന്നില്ല. ഒരു ദുർബല രാജ്യമെന്ന ഇന്ത്യയുടെ പ്രതിച്ഛായയാണ് വിഷയത്തെ ഇത്രയും നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചതെന്ന് വേണം പറയാൻ. പക്ഷേ ഇന്നത്തെ ഇന്ത്യക്ക് ഇത്തരത്തിലോ മറ്റൊരു തരത്തിലോ ഒരു അപമാനം നേരിടേണ്ടി വരുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ദശാബ്ദം നീണ്ട ഭരണത്തിനിടയിലെ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച മേഖലയാണ് രാജ്യത്തിൻ്റെ വിദേശ നയം.
അയൽരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായും മെച്ചപ്പെട്ട ബന്ധം നിലനിർത്തുവാനും ആഗോള പ്രതിച്ഛായയും വിശ്വാസ്യതയും വളർത്തിയെടുക്കാനും ഇക്കാലയളവിൽ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഇന്ത്യയുടെ നയതന്ത്രത്തിന് വ്യക്തമായ ലക്ഷ്യവും കാഴ്ചപ്പാടും ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ തന്ത്രപരമായ കാഴ്ചപ്പാട് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യാം. അതിൻ്റെ ഫലമായി 10 വർഷത്തിനിപ്പുറം പാശ്ചാത്യ രാജ്യത്തലവന്മാർ മാത്രം കൈയടക്കി വച്ചിരുന്ന ആഗോള നേതാവെന്ന പട്ടം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്വന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയും ശ്രദ്ധേയമായ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുൻഗണനകളിൽ വലിയ തോതിൽ മാറ്റമുണ്ടായിരിക്കുന്നു. എല്ലാവരിൽ നിന്നും അകലുന്ന ചേരിചേരാ നയമാണ് ദേശീയ നയത്തിൻ്റെ മുഖമുദ്രയായി മുൻകാലങ്ങളിൽ ഉയർത്തിക്കാട്ടിയിരുന്നത്. പക്ഷേ എല്ലാവരോടും അടുക്കുന്ന ബഹുരാഷ്ട്ര സഖ്യനയമാണ് ഇന്ന് രാഷ്ട്രം പിന്തുടരുന്നത്. ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ചതും വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നുള്ള ക്വാഡ് സഖ്യവും ഇതിന് ഉദാഹരണമാണ്. പാശ്ചാത്യവും പാശ്ചാത്യേതര അന്താരാഷ്ട്ര സംഘടനകളിൽ ഇക്കാലയളവിൽ ഇന്ത്യ അംഗത്വം നേടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അംഗങ്ങളായ ബ്രിക്സ്, G20, ആസിയാൻ തുടങ്ങിയ സംഘടനകൾക്ക് പുറമെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ പാശ്ചാത്യേതര സംഘടനകളിൽ പുതുതായി ഇന്ത്യക്ക് അംഗത്വം ലഭിച്ചതും എടുത്തു പറയേണ്ടതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വിദേശനയം പഞ്ചശീല തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. എന്നാൽ അക്കാലത്ത് തന്നെ അവ പരാജയപ്പെടുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ വിദേശനയം പഞ്ചാമൃത തത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒന്നാണ്. 1. പരസ്പര ബഹുമാനം, 2. സംഭാഷണം, 3. കൂട്ടായ്മയിലൂടെയുള്ള സമൃദ്ധി, 4. സുരക്ഷ, 5. സാംസ്കാരിക നാഗരിക ബന്ധങ്ങളുടെ ശക്തിപ്പെടുത്തൽ എന്നിവയാണ്. പരസ്പര ബഹുമാനത്തോടെ നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾക്കാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൽ മുൻഗണന നൽകിയിട്ടുള്ളത്. വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുമായി സുദീർഘമായ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി പുറപ്പെടുകയും ചെയ്തു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ ചർച്ചകൾ, പ്രത്യേകിച്ചും ചൈനയിലെ വുഹാനിലും തമിഴ്നാട്ടിലെ മഹാബലിപുരത്തും നടത്തിയ അനൗദ്യോഗിക ചർച്ചകൾ എന്നും ലോകം വീക്ഷിക്കുന്നതാണ്. കുറച്ച് രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി ആഗോള രാഷ്ട്രീയം രൂപപ്പെടുത്തുവാൻ ഇന്ത്യ ഇന്ന് താൽപ്പര്യപ്പെടുന്നില്ല. ഒരു ബഹുരാഷ്ട്ര ലോകക്രമം നിലനിർത്തുന്നതിനാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യക്ഷമമായ ബഹുരാഷ്ട്ര സമ്പർക്കത്തിനാണ് പ്രധാനമന്ത്രിയും പ്രാധാന്യം നൽകിയത്. ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക തുടങ്ങിയ വൻ ശക്തികളായ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്ത് ബന്ധം ദൃഢമാക്കുകയാണ് ചെയ്തത്. കാനഡ, നേപ്പാൾ, ശ്രീലങ്ക, തുർക്കി, UAE തുടങ്ങി ഒരു ഭാരത പ്രധാനമന്ത്രിയും ദശാബ്ദങ്ങളായി സന്ദർശിച്ചിട്ടില്ലാത്ത പല രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. പരസ്പര വൈരികളായ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയതും വൻ നിക്ഷേപം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറായതുമെല്ലാം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വൻ നേട്ടമായതാണ് കണക്കാക്കുന്നത്. പുതിയ ആശയങ്ങളെ വിദേശ നയത്തിൽ സമന്വയിപ്പിക്കുന്നതിലും രാജ്യം വിജയിച്ചു എന്ന് വേണം പറയാൻ. അയൽക്കാർ ആദ്യം, ആക്ട് ഈസ്റ്റ് നയം തുടങ്ങിയവയിലൂടെ ഇന്ത്യ വിദേശ നയത്തെ ഊർജ്ജസ്വലമാക്കുകയും ഇന്ത്യയുടെ അഭിലാഷങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇന്ത്യൻ സർക്കാരിന് കീഴിലുള്ള പശ്ചിമേഷ്യൻ നയം മേഖലയോടുണ്ടായിരുന്ന ഇന്ത്യയുടെ ദീർഘകാല വിമുഖത അവസാനിപ്പിക്കുകയും പ്രത്യയശാസ്ത്രപരവും പ്രായോഗികപരവുമായ പുതിയ സമീപനം ആരംഭിക്കുകയും ചെയ്തു. പ്രതിസന്ധി ഘട്ടങ്ങളിലെ കാര്യക്ഷമമായ നയതന്ത്ര ഇടപെടലാണ് മറ്റൊരു പ്രധാന ഘടകം. യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭീകരവാദികൾ തടവിലാക്കിയ ഇന്ത്യക്കാരെ മോചിപ്പിക്കുവാൻ നടത്തിയ ഇടപെടലും വിജയവും ഇന്ത്യയുടെ അന്താരാഷ്ട്ര രംഗത്ത് ലഭിച്ച പ്രാധാന്യത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും സൂചന കൂടിയാണ് വെളിവാക്കുന്നത്.